ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. മഴക്കാലത്ത് IVF ചെയ്യിപ്പിക്കുന്നത് നല്ലതാണോ? ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മഴക്കാലത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ മഴക്കാലത്ത് IVF ചെയ്യിപ്പിക്കുമ്പോൾ IVF സക്സസ് ആകാനായിട്ട് നമ്മൾ കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മഴക്കാലം എന്ന് പറയുന്നത് ചൂടുകാലം കഴിഞ്ഞു വരുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കടുത്ത ചൂടിൽ നിന്ന് മഴ വരുമ്പോൾ ചെറിയൊരു തണുപ്പ് കൂടി ഉണ്ടാകും. അപ്പോൾ അതൊരു ആശ്വാസവും നല്ല കാര്യവും തന്നെയാണ്. പക്ഷേ അതല്ലാതെ മഴക്കാലത്ത് ഒരുപാട് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കാരണം ബാക്ടീരിയ, ഇൻഫെക്ഷൻ, ഫംഗസ് ഇതെല്ലാം കൂടുതലുണ്ടാകും. അപ്പോൾ മഴക്കാലത്ത് പലതരം ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പല ആളുകളും മഴക്കാലത്ത് IVF ചെയ്യിപ്പിക്കാൻ മടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? തീർച്ചയായും ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ IVF ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിന്റെ IVF ലാബ് തന്നെയാണ്. നല്ലൊരു IVF ലാബ് ആണെങ്കിൽ മഴക്കാലം ആയാൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് IVF ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ IVF ഒരിക്കലും നെഗറ്റീവ് ആകില്ല. കാരണം IVF ലാബിൽ ഒരുപാട് സ്ട്രിക്റ്റ് കൺട്രോൾ ആയിരിക്കും. മഴക്കാലത്ത് പുറത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50 to 80% ആണ്. പക്ഷേ ഹോസ്പിറ്റലിൽ നല്ലൊരു IVF ലാബിൽ ഹ്യൂമിഡിറ്റി കൺട്രോളിലായിരിക്കും. 40% ഒക്കെ മാത്രമായിരിക്കും IVF ലാബിന്റെ ഹ്യൂമിഡിറ്റി. നല്ലൊരു IVF ലാബ് ആണെങ്കിൽ വെളിയിൽ എത്ര ഹ്യൂമിഡിറ്റി കൂടിയാലും ആ 40%-ത്തിലായിരിക്കും IVF ലാബിന്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ചാൻസ് അവിടെ കുറവാണ്. പിന്നെ IVF ലാബിന്റെ ഫ്ലോർ വാൾ ഇതെല്ലാം ബാക്ടീരിയ റെസിസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എംബ്രിയോസിന് IVF ലാബിൽ വെച്ച് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമെന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ മഴക്കാലം ആയാൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ല IVF ലാബിൽ IVF ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനിയും മഴക്കാലത്ത് IVF ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് IVF റിസൾട്ട് പോസിറ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ പോയിന്റാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ദാഹം അധികം തോന്നിക്കില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ വെള്ളം കുടിക്കുന്നതും കുറവായിരിക്കും. പക്ഷേ മഴയാണെങ്കിൽ പോലും നന്നായിട്ട് വെള്ളം കുടിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ഫിൽറ്ററിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് തന്നെ കുടിക്കുക. അത് നിങ്ങളുടെ IVF സക്സസ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് റോ വെജിറ്റബിൾസ്, റോ മീറ്റ്, റോ എഗ്, സീ ഫുഡ് ഇതെല്ലാം ഈ ഒരു ടൈമിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് മഴക്കാലത്ത് ധാരാളം കൊതുകുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെങ്കു, മലേറിയ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ വീട് നന്നായി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നത് അവോയ്ഡ് ചെയ്യുക. വീടും പരിസരവും നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പോൾ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ആ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും. അടുത്തതായിട്ട് ഈ ഒരു ടൈമിൽ വജൈനൽ ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പ്രോപ്പർ വജൈനൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇൻഫെക്ഷൻസിൻ്റെ റിസ്ക്കും അവിടെ റെഡ്യൂസ് ആകും. അടുത്തതായിട്ട് ഫുഡ് പോയ്സണിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് വെളിയിലത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ഫുഡ് ഒന്നും തന്നെ കഴിക്കാതിരിക്കുക.
വീട്ടിലുണ്ടാക്കിയ ബാലൻസ് നറിഷിംഗ് ഡയറ്റ് എടുക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. അത് ഈ സീസണിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി നിങ്ങളുടെ IVF സക്സസ് ആകുകയും ചെയ്യും. നെക്സ്റ്റ് ആയിട്ട് മഴക്കാലത്ത് ഉണങ്ങിയ ഡ്രസ്സസ് മാത്രം ധരിക്കുക, നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുമൂലം നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ കാരണമാകും. വെതർ ഒരുപാട് കോൾഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കോൾഡും ഫ്ലൂവും ഒന്നും വരാതിരിക്കാനായിട്ട് അതനുസരിച്ചുള്ള ഡ്രസ്സസ് ഉപയോഗിക്കുക. ഇനിയും വെതർ വാമോ ഹ്യൂമിഡുമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മഴയാണെങ്കിൽ പോലും ലൂസ് ഫിറ്റഡ് ഡ്രസ്സസ് ഉപയോഗിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞ ഡോസിൽ ഡോക്ടർ പറഞ്ഞ ടൈമിൽ തന്നെ നിങ്ങൾ മെഡിസിൻസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം IVF പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ IVFൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ IVF നെഗറ്റീവ് ആകും. അപ്പോൾ IVFിൻ്റെ മെഡിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ എന്തായാലും കാണിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം IVF ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.